നമസ്കാരം. ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഇറാന്റെ എണ്ണ വ്യാപാരം തടയാൻ കർശനമായ നാവിക ഉപരോധവുമായി അമേരിക്ക രംഗത്തെത്തിയതോടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. തിങ്കളാഴ്ച രാവിലെ മുതൽ ഇറാനിയൻ തുറമുഖങ്ങളിലേക്കും തിരിച്ചുമുള്ള എല്ലാ കപ്പൽ ഗതാഗതവും തടയുമെന്നാണ് US സെൻട്രൽ കമാൻഡ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ അഞ്ചിലൊന്നും കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ ഉപരോധം വരുന്നത് വരും ദിവസങ്ങളിൽ ലോക സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ ഇറാനെതിരെ നാവിക ഉപരോധം ഏർപ്പെടുത്താനുള്ള അമേരിക്കയുടെ നീക്കം പരാജയപ്പെടാൻ വിധിക്കപ്പെട്ടതാണെന്നാണ് ഇറാൻ എക്സ്പീഡിയൻസി കൗൺസിൽ അംഗമായ മൊഹ്സെൻ റസായി പ്രതികരിച്ചത്. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്ന കാര്യത്തിൽ അമേരിക്ക ഇറാനോട് ചരിത്രപരമായ പരാജയം ഏറ്റുവാങ്ങിയതുപോലെ നാവിക ഉപരോധത്തിലും അവർ പരാജയപ്പെടാൻ വിധിക്കപ്പെട്ടവരാണെന്നും അദ്ദേഹം പരിഹസിച്ചു. അമേരിക്ക ഇതിന് അനുവദിക്കില്ലെന്ന് മുന്നറിയിപ്പ് നൽകിയ റസായി ഉപരോധത്തെ നേരിടാൻ ഇറാന്റെ പക്കൽ ഇതുവരെ ഉപയോഗിക്കാത്ത വലിയ തന്ത്രങ്ങളുണ്ടെന്നും കൂട്ടിച്ചേർത്തു. ട്വീറ്റുകൾ കൊണ്ടോ സാങ്കല്പിക പദ്ധതികൾ കൊണ്ടോ വളയാൻ സാധിക്കുന്ന ഇടമല്ല ഇറാനെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇറാന്റെ ആണവ മോഹങ്ങൾ അവസാനിപ്പിക്കാതെ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് പ്രഖ്യാപിച്ചാണ് ട്രംപ് ഉപരോധത്തിന് ഉത്തരവിട്ടത്. ഇറാനിലേക്ക് പ്രവേശിക്കുന്നതോ പുറത്തു പോകുന്നതോ ആയ എല്ലാ കപ്പലുകളും തടയാൻ നാവികസേനയ്ക്ക് നിർദ്ദേശം നൽകി. അമേരിക്കയുടെ നടപടിക്ക് കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയത്. പെട്രോൾ വില $4 മുതൽ $5 പഴയകാലം അമേരിക്കക്കാർക്ക് ഇനി സ്വപ്നം മാത്രമായിരിക്കുമെന്നും ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് പരിഹസിച്ചു. ഉപരോധ വാർത്ത പുറത്തു വന്നതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. ക്രൂഡ് ഓയിൽ വില 8% വർദ്ധിച്ച് ബാരലിന് $104. പാകിസ്ഥാനിൽ വെച്ച് വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിൽ ഇറാനുമായി നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടതാണ് വീണ്ടും സംഘർഷത്തിലേക്ക് വഴിമാറിയത്. ഇതര രാജ്യങ്ങളിലെ തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകളെ തടയില്ലെങ്കിലും ഇറാന്റെ എണ്ണ വാങ്ങുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ഈ നീക്കത്തിന് നാറ്റോ രാജ്യങ്ങൾ മടിയോടെയാണെങ്കിലും പിന്തുണ നൽകുമെന്ന് ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ ബ്രിട്ടൻ ഈ ഉപരോധത്തിൽ പങ്കുചേരില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. USS ഫ്രാങ്ക്ലിൻ പീറ്റേഴ്സൺ, USS മൈക്കൽ മർഫി എന്നീ 2 US ഡിസ്ട്രോയറുകൾ നിലവിൽ ഹോർമുസ് കടലിടുക്കിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് നടത്തിയ പ്രഖ്യാപനം മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു വലിയ യുദ്ധത്തിന്റെ മണിമുഴക്കമായിട്ടാണ് ലോകം കാണുന്നത്. അമേരിക്കയുടെ ഈ കടുത്ത നീക്കത്തിന് തൊട്ടു പിന്നാലെ വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. ക്രൂഡ് ഓയിൽ വില 8% വർദ്ധിച്ച് ബാരലിന് $104 എത്തിയത് വരും ദിവസങ്ങളിൽ ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകും. എന്നാൽ ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ലെന്ന ഉറച്ച നിലപാടും ഇറാനും സ്വീകരിക്കുന്നു. അമേരിക്ക ഇതും വലിയ വിലക്കയറ്റത്തിന്റെ സൂചനയാണ് നൽകുന്നത്. ഇറാന്റെ നാവികശേഷി പകുതിയിലേറെ തകർത്തുമെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. എന്നാൽ കടലിടുക്കിന്റെ ഭൂപ്രകൃതി നന്നായി അറിയാവുന്ന ഇറാന്റെ ചെറിയ ആക്രമണ ബോട്ടുകൾ ഇപ്പോഴും US കപ്പലുകൾക്ക് വലിയ ഭീഷണിയാണ്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ അഞ്ചിലൊന്നും കടന്നു പോകുന്ന തന്ത്രപ്രധാന പാതയിൽ ഉപരോധം വരുന്നതോടെ സൗദി അറേബ്യ, ഇറാഖ്, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ചരക്ക് നീക്കത്തെയും ഇത് പരോക്ഷമായി ബാധിക്കാനിടയുണ്ട്. നാറ്റോ രാജ്യങ്ങൾ ഈ നീക്കത്തെ പിന്തുണയ്ക്കുമെന്ന് ട്രംപ് പറയുമ്പോഴാണ് ബ്രിട്ടൻ ഈ ഉപരോധത്തിൽ പങ്കാളിയാകില്ലെന്ന് നിലപാടെടുത്തത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറെ ഹിറ്റ്ലറോട് മൃദുസമീപനം സ്വീകരിച്ച നെവിൽ ചെമ്പർലെയിനോടാണ് ട്രംപ് ഉപമിച്ചത്. ഇറാന്റെ ആണവ മോഹങ്ങൾ തകർക്കാതെ ഈ ഉപരോധം പിൻവലിക്കില്ലെന്ന വാശിയിലാണ് വൈറ്റ് ഹൗസ്.